ഹലോ, വെൽക്കം ബാക്ക് ടു പോക്കറ്റ്. നമ്മുടെ കൂടുന്നത് നമ്മുടെ സ്വന്തം ഏതറുണ്ട്. ഏതർ 450X. അതായത് ഇത് എടുത്ത് പറയാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഏതർ 450S ഉണ്ട്, അതുപോലെ തന്നെ ഏതർ 450X ഉണ്ട്, പിന്നെ ഇപ്പോൾ ഇതേ പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള റിസ്ത ഉണ്ട്, അതുപോലെ തന്നെ ഏതർ അപ്പെക്സ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പ് വേരിയൻറ്റും ഉണ്ട്. അപ്പോൾ ഏതർ 450S എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഒരു 90 അങ്ങോട്ടാണ് ഏതർ 450Sൻ്റെ റേഞ്ച് എന്ന് പറയാനുള്ളത്. എന്നാൽ നമ്മുടെ വണ്ടിയുടെ റേഞ്ച് എന്ന് പറയാനുള്ളത് 110 കിലോമീറ്ററാണ്. അതുപോലെ ഇപ്പോൾ പുതിയൊരു വേരിയൻ്റ് ഇറങ്ങിയിട്ടുണ്ട്, റിസ്ത എന്നും പറഞ്ഞിട്ടൊരു പുതിയ വേരിയൻ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതിന് 120 125 അങ്ങോട്ട് കിട്ടണമെന്നാണ് അവർ പറയണത്. അതേപോലെ തന്നെ ഏതറിൻ്റെ അപ്പെക്സും ഉണ്ട്. അപ്പെക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ഈ കാണുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഉള്ളിലുള്ള ഷാസി കാര്യങ്ങളൊക്കെ, ഓറഞ്ച് കളറിലുള്ള ഷാസി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനൊന്നും കൂടിയും പ്രൈസിലും വ്യത്യാസമുണ്ട് നല്ല രീതിക്ക്. അതുപോലെ തന്നെ അതിൻ്റെ മോട്ടറിൻ്റെ പവറിലും വ്യത്യാസമുണ്ട്. അതിൽ കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലാണ്. ഇത് ഏതർ 450X. $27,000 കിലോമീറ്റേഴ്സ് ക്രോസ് ചെയ്തിട്ടിരിക്കുന്ന ഏതർ 450X ആണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ ഒരു യൂസിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണമായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ 2 ടയേഴ്സിലേക്ക് എടുത്ത് നോക്കുമ്പോൾ കമ്പനി നമുക്ക് തരുന്നത് MRFൻ്റെ ടയേഴ്സാണ്. പക്ഷെ ഞാനിപ്പോൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് TVSലേക്കാണ്. ഞാനിപ്പോൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും ബാക്ക് ആണെന്നുണ്ടെങ്കിലും TVSൻ്റെ ടയേഴ്സാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അങ്ങനെ MRFൻ്റെ ഫ്രണ്ടിലത്തെ ടയർ എന്ന് പറയുമ്പോൾ എനിക്ക് 25,000 കിലോമീറ്റർ ലൈഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു, 25,000. അതുപോലെ തന്നെ ബാക്ക് ടയർ എന്ന് പറയുമ്പോൾ എനിക്കൊരു 12 13 അങ്ങോട്ടാണ് കിട്ടിയത്. ഞാൻ 2 വട്ടമായിട്ട് ബാക്ക് ടയർ ഞാൻ മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ടയർ ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം മാറുന്നത്. ഫ്രണ്ട് ടയറിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ 90 നമുക്ക് വരുന്നത്. ബാക്ക് ടയർ എന്ന് പറയുമ്പോൾ 180. 2 ടയേഴ്സും നമുക്ക് ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടയറിൻ്റെ സെക്ഷൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നതാണ് നമ്മുടെ ബ്രേക്കിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. 2 സ്ഥലത്തും നമുക്ക് ഡ്യുവൽ ഡിസ്ക് ആണ് കാണുന്നത്. കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. അതായത് ബാക്കിലത്തെ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബാക്കിലേക്ക് ഇറക്കുമ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ബ്രേക്കിലേക്ക് കുറച്ച് നമുക്ക് അപ്ലൈ ചെയ്യണതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിലത്തെ ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ 190 mm, ഫ്രണ്ടിലത്തെ ഡിസ്ക് 200 mm ആണ് നമുക്ക് വരണം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്കിൻ്റെ സെക്ഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്ന വലിയൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ബ്രേക്ക് പാഡ്സിൻ്റെ കാര്യത്തേക്ക് വരുമ്പോൾ കുറച്ച് ശോകമാണ് ഇതുവരെ ആയിട്ടുണ്ടായിരുന്ന റിസൾട്ടും. എന്താ ലാസ്റ്റ് ടൈം ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്ന ബ്രേക്ക് പാഡ്സ് ആണ് എനിക്ക് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബ്രേക്ക് പാഡ്സ് അതുപോലെ തന്നെ ഒന്നുകൂടി ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പും കൂടി ഉണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഈ ബാക്കിലത്തെ ഈ ഒരു പോർഷൻ എന്ന് പറയാനുള്ളത് കുറച്ച് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ മഴ പെയ്ത് ചെളിയിലൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ ഈ ബ്രേക്കിൻ്റെ, ഈ ഡിസ്കിൻ്റെയും ബ്രേക്ക് പാഡ്സിൻ്റെ ഇടയിലേക്ക് ചെളികളും കാര്യങ്ങളൊക്കെ വന്നിരിക്കും. അപ്പോൾ നമ്മളത് ഇടയ്ക്കൊന്ന് വൃത്തിയാക്കി കൊടുത്താൽ ഒന്നുകൂടി ബ്രേക്ക് പാഡ്സിന് ലൈഫ് കിട്ടുന്നതാണ് കമ്പനി, അതായത് സർവീസ് സെൻ്ററിൽ നിന്ന് നമുക്ക് അവർ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ സെക്ഷനിലേക്ക് എടുക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് നമുക്ക് കിട്ടും. ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ പറയണ പോലെ തന്നെ നല്ല വൃത്തിയുള്ള ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും, ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും ബാക്കിലാണെന്നുണ്ടെങ്കിലും. പിന്നെ ബാക്കിലത്തെ ടെയിൽ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പറയണ്ടല്ലോ, എടുത്തു പറയാനുള്ള ഒരു ടെയിൽ ലൈറ്റ് തന്നെയാണ്. ഭയങ്കര ക്യൂട്ടാണ് ഇതിൻ്റെ ബാക്കിലത്തെ ടെയിൽ ലൈറ്റ് കാണാനുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ്റെ സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ് അതിൽ വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ടെലസ്കോപ്പിക് ഫോക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ മോണോഷോക്ക് സസ്പെൻഷനും ഉണ്ട് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് വണ്ടിയിൽ വരുന്ന സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വണ്ടിക്ക് ഓൺ ആക്കിയിട്ട് നമുക്കിത് ഇവിടെ റിവേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. വണ്ടി നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ ചെറിയൊരു കാറ്റൊക്കെ ആണെന്നൊക്കെ തന്നെ നമുക്ക് ഈ റിവേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ കീൽ സ്വിച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് വണ്ടി റണ്ണിങ്ങിൽ തന്നെ ഈ ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ജോയ്സ്റ്റിക്ക് പോലത്തെ ഈ ഒരു സ്വിച്ചസ് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇൻഡിക്കേറ്റേഴ്സ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ബ്രൈറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഴപ്പമില്ലാത്ത നല്ലൊരു ഹോണും കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും കിട്ടും കേട്ടോ.
അതേപോലെ തന്നെ എടുത്ത് പറയാനുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഡിക്കി സ്പേസ്. ജസ്റ്റ് ചാവിട്ട് നേരെ റിവേഴ്സ് തുറക്കുക, നമുക്ക് ഡിക്കി തുറന്ന് കിട്ടും. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു വലുപ്പം കാണാൻ പറ്റും കേട്ടോ. നോക്കി അത്യാവശ്യം വലുപ്പമുണ്ട്. ഒരു ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും നമുക്ക് ഇതിൽ. അതേപോലെ തന്നെ നമ്മളുടെ ഷാസി നമ്പർ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് വയ്ക്കാൻ മതി. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ ഷാസി നമ്പർ കിട്ടും. 450X എന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല വലിയൊരു ഡിക്കിയാണ്. അപ്പോൾ ബാക്കി കുറച്ച് എക്സ്പീരിയൻസ് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ വണ്ടിയിൽ നമുക്ക് കയറുന്നതിന് മുന്നായിട്ട് തന്നെ ഞാൻ എൻ്റെ സീറ്റ് ഹൈറ്റ് പറഞ്ഞുതരാം. 5.6 എൻ്റെ സീറ്റ് ഹൈറ്റ്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ദേ ഇവിടെ കാണാൻ പറ്റും, പ്ലാന്റഡ് ഫുട്ടാണ്. അതുപോലെ തന്നെ ഞാൻ വണ്ടി ഓണാക്കിയിട്ട് നിങ്ങൾക്കൊരു കാണിച്ചു തരാം. കീ ഓൺ ചെയ്തു, ദേ നമ്മളുടെ 7 ഇഞ്ച് ഡിസ്പ്ലേ ദേ ഓണായി വന്നിട്ടുണ്ട്. ബ്രേക്ക് പിടിച്ചു, വണ്ടി ഓൺ ചെയ്തു. ശബ്ദം കേട്ടോന്ന് എനിക്കറിയില്ല, ഭയങ്കര ചെറിയ ശബ്ദമാണ്. വണ്ടി ഓൺ ആയതൊന്നും അങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോ ഹോൾഡ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടില്ല നിങ്ങൾ ഇതിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കയറ്റത്താണ് അല്ലെങ്കിൽ ഇറക്കത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി നിർത്തേണ്ട കാര്യമില്ല. അപ്പോൾ അതേ വണ്ടി നമ്മൾ ഫ്രണ്ടിലോട്ട് എടുത്തു, ജസ്റ്റ് ബാക്കിലേക്ക് എടുത്ത് കാണിച്ചിട്ട് ഒരു മിനിറ്റ്. ബാക്കിലേക്ക് എടുത്തു. ഇതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത, ഞങ്ങൾക്ക് ഫോണിൽ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. കുഴപ്പമില്ലാത്തൊരു ഇറക്കമാണ്. ഇവിടെ ഓട്ടോ ഹോൾഡ് കണ്ടില്ലേ, ഓട്ടോ ഹോൾഡ്. നമുക്ക് ബാക്കിലേക്ക് ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല, ബാക്കിലേക്ക് വണ്ടി ഇറങ്ങി പോകില്ല. ഓട്ടോ ഹോൾഡായിട്ട് അങ്ങനെ തന്നെ അവിടെ നിൽക്കും. അപ്പോൾ ഇതൊരു നല്ലൊരു അഡ്വാൻറ്റേജാണ്. ഇത് നല്ലൊരു ഫീച്ചറാണ് നമ്മളുടെ ഈ ഏതറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടാവാം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് അത്യാവശ്യം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഓഫ് റോഡ് കാര്യങ്ങളൊന്നും ഇവൻ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അടിപൊളിയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അത്യാവശ്യം നല്ല സൂപ്പർ നല്ല അടിപൊളി വ്യൂ കിട്ടണ ഒരു ഓഫ് റോഡ് കിട്ടണ പോലത്തെ ഒരു സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേര് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം തൃശ്ശൂരിൻ്റെ ചെപ്പാറ. നമ്മളിതേപോലെ റോഡ് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യുക, നമ്മളെ ഡിസ്പ്ലേനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമുക്കിതേ ഇവിടെ നമ്മുടെ ഡിസ്പ്ലേയിൽ 81% ചാർജ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 87 കിലോമീറ്റർ ഓടുന്നും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂട്ടറുകളിൽ ഏറ്റവും ആദ്യം ഗൂഗിൾ മാപ്പ് വന്നിട്ടുള്ളൊരു സ്കൂട്ടർ കൂടിയാണ് നമ്മുടെ ഏതർ. ജസ്റ്റ് കാണിച്ചു തരാം. അതെ ഗൂഗിൾ മാപ്പ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കിതേ ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. സെർച്ചിൽ തന്നെ ഈ ഫസ്റ്റ് കിടക്കുന്നത് ഇങ്ങനെ ഈ ഒരു മിന്നലിൻ്റെ ചിഹ്നം പോലെ കിടക്കുന്നത് നമ്മുടെ ഏതർ പവർ സ്റ്റേഷൻസ് ആണ്. നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പവർ സ്റ്റേഷൻസ് നമുക്ക് ഇതിൽ നിന്ന് ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. 8 കിലോമീറ്ററാണ് നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് എനിക്ക് റീച്ച് ആവാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് സ്റ്റാർ ചെയ്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ ഓപ്ഷനിലേക്കൊക്കെ പോകാൻ പറ്റും. സെറ്റിങ്സ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ തീം, ഓട്ടോ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഇൻഡിക്കേറ്ററിൻ്റെ ശബ്ദം വേണമെങ്കിൽ, ലൈവ് ലൊക്കേഷൻ ഷെയറിങ്, അതുപോലെ തന്നെ ഒപ്റ്റിമൈസ്ഡ് ചാർജിങ്. നമ്മളിപ്പോൾ ഫോണിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ബാറ്ററി ഹെൽത്തിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒപ്റ്റിമൈസേഷൻ ശരിക്കും കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഓട്ടോ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. അതായത് സാധാരണ നമ്മൾ കാറുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വളവൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തനിയെ ഇൻഡിക്കേറ്റർ ഓഫ് ആവുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മളുടെ ഈ സ്കൂട്ടിയിലും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ കണക്ടിവിറ്റിയിൽ ബ്ലൂടൂത്ത് നമ്മളുടെ ഫോണുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ വരും. ഇതിൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സേവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവിടെ ഓഡോമീറ്റർ കാണിക്കും, അതുപോലെ തന്നെ ട്രിപ്പ് മീറ്റർ കാണിക്കും, ആവറേജ് സ്പീഡ്, കറൻറ്റ് റൈഡ് ഭയങ്കര യൂസ്ഫുള്ളാട്ടോ. നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാന്ന് പറയാനുള്ളതിൻ്റെ കാരണം നമ്മൾ ഇത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് എത്ര കിലോമീറ്റർ പോയി എന്നുള്ളതൊക്കെ നമുക്ക് കറൻറ്റ് റൈഡ് വെച്ചിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഇതിങ്ങനെ തന്നെ കൈ വെച്ചിട്ട് ജസ്റ്റ് റൈഡിലേക്ക്, അതായത് റൈഡിലേക്ക് മാത്രം നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ, സ്പോർട്സിലേക്ക് മാറ്റാൻ പറ്റില്ല. ആക്സിലറേഷൻ വിട്ടിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ആക്സിലറേഷൻ വെച്ച് നമുക്ക് റൈഡിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ടി വേഗം കയറി പോകട്ടെ. അതായത് നിങ്ങൾ ജസ്റ്റ് കണ്ടില്ലേ, ഡബിൾസ് വെച്ചിട്ട് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത
കംഫർട്ട് തരുന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. അതുപോലെ തന്നെ സീറ്റുകളും കാര്യങ്ങളും അത്യാവശ്യം കുഷ്യൻ്റ് ആണ്. ഇതിനാണെന്നുണ്ടെങ്കിലോ കാണാനാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഒടുക്കത്തെ ക്യൂട്ടും, ബിൽഡ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലോ അടിപൊളി താനും. കാരണം എന്താണെന്നുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടിയും നല്ല രീതിക്ക് വീണിട്ടുണ്ടായിരുന്നു. വീണെങ്കിൽ കൂടിയും നമ്മുടെ ഈ ഒരു സൈഡിലത്തെ പാർട്സുകൾ മൊത്തം ഫുൾ സ്ക്രാച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നിപ്പോവും ഇതെന്തുകൊണ്ട് ഈ പാർട്സുകളൊന്നും പൊട്ടിയില്ല എന്ന് തോന്നിപ്പോവും. മേ ബി ലക്കായിരിക്കാം. എനിവേ എനിക്കുണ്ടായ ഒരു അനുഭവം അങ്ങനെ ആയിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാർട്സാണ്. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു വണ്ടീനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫിറ്റ് ഫിനിഷിങ് ആട്ടോ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ. ഭയങ്കര സ്പോർട്ടിയാണ്. അതായത് ഭയങ്കര ഫണ്ണാണ് ഈ വണ്ടി ഓടിക്കാനായിട്ട്. ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ റൈഡ് സ്പോർട്സിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ താളെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിക്കണം നല്ലത്. ലൈക്ക് ഇപ്പോൾ ഒരു നമ്മൾ പണ്ട് പറഞ്ഞിരുന്നില്ലേ, ഇപ്പോൾ ഡ്യൂക്ക് 390യുടെ പിന്നിലൊക്കെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ ഇതൊരു സ്കൂട്ടിയിലത്തെ ഒരു ഡ്യൂക്ക് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഒരു സൂപ്പർ ബൈക്ക്, അല്ലെങ്കിൽ ഒരു സൂപ്പർ EV ബൈക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മോട്ടർ വരുന്നത് 6.4 kWPMSൻ്റെ മോട്ടറാണ് വരുന്നത്. 26 Nm ടോർക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നാണ് കമ്പനി പറയണത്. വണ്ടിയുടെ ബാറ്ററിയുടെ വാറണ്ടി എന്ന് പറയുമ്പോൾ 5 years അല്ലാന്നുണ്ടെങ്കിൽ 60,000 കിലോമീറ്ററാണ് കമ്പനി പറയണത്. അതായത് ഇപ്പം നമ്മുടെ ഫോണിൻ്റെ ഒക്കെ ബാറ്ററിയുടെ ഹെൽത്ത് എടുത്ത് നമുക്ക് നോക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയുടെ ഹെൽത്ത് നമുക്ക് നോക്കാൻ പറ്റും. 70% താഴെയാണ് നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയുടെ ഹെൽത്ത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയണ 5 years അതല്ല എന്നുണ്ടെങ്കിൽ 60,000 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് വണ്ടിയുടെ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. 2 തരം ചാർജിങ് ആണ്. ഒന്ന് ഇതിനെ നമുക്ക് വീട്ടിൽ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. 5.5 മണിക്കൂറാണ് നമുക്ക് വീട്ടിൽ വെച്ച് ഈ വണ്ടിക്ക് ഏതർ 450Xന് ചാർജ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പവർ സ്റ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. അത് തന്നെയാണ് ഏതറിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയാനുള്ളത്. ഇതറാണ് സ്കൂട്ടികളിൽ വെച്ചിട്ട് ഏതറാണ് ഏറ്റവും കൂടുതൽ പവർ സ്റ്റേഷൻസ്. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, തൃശ്ശൂർ ജില്ലയിൽ തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 10, 12, 13 എത്ര അങ്ങോട്ട് പവർ സ്റ്റേഷൻസ് നിലവിലുണ്ടെന്ന് തോന്നുന്നു. 80% വരെയാണ് നമുക്ക് പവർ സ്റ്റേഷൻസിൽ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെന്തായാലും 0യിൽ കൊണ്ട് കുത്തിയിടാൻ പോണില്ല. ഒരു 5% പോട്ടെ, ഒരു 15% ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 80% വരെയാണ് നമുക്ക് പവർ സ്റ്റേഷനിൽ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തിനാണെന്നുണ്ടെങ്കിൽ ഫോർ അവർ ബാറ്ററി ഹെൽത്ത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബാറ്ററി ഹെൽത്ത് നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 80% വരെ ആക്കുന്നത്. കാരണം ഒറ്റയടിക്ക് ഇത്രയും പവർ നമുക്ക് കയറിക്കൊണ്ടിരിക്കുക. 5.5 മണിക്കൂർ കൊണ്ട് കയറേണ്ട ചാർജ് നമുക്ക് വെറും 40-45 മിനിറ്റ് കൊണ്ട് നമ്മൾ 80% ആക്കാണ്. പവർ സ്റ്റേഷനിൽ ചാർജ് ചെയ്യുമ്പോൾ 1%-ന് ₹1 പ്ലസ് GST ആണ് വരുന്നത്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഒരു 50% നമ്മൾ ചാർജ് ചെയ്തു, ₹50 പ്ലസ് GST അങ്ങനെയായിരിക്കും നമുക്ക് എമൗണ്ട് വരിക. അത് തന്നെ നമ്മൾ വീട്ടിൽ നിന്നാണ് നമ്മൾ ഫുൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ₹30 ഇത്രയൊക്കെ ആയിരിക്കും വരിക. ഇനി നമുക്ക് പവർ സ്റ്റേഷൻസ് ഏതറിൻ്റെ പവർ സ്റ്റേഷൻ മാത്രമല്ല, ഏതർ അതേപോലെ തന്നെ വിഡ, ഈ 2 പവർ സ്റ്റേഷനും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. വിഡയുടെ വണ്ടി ഏതറിൽ കൊണ്ട് യൂസ് ചെയ്യാനും പറ്റും, ഏതറിൻ്റെ വണ്ടി വിഡയുടെ പവർ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. രണ്ടിനും സെയിം തന്നെയാണ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളുടെ ആപ്പിൽ നമുക്കൊരു വാലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ആ വാലറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എടുത്തു പോവുകയാണ് ചെയ്യുക. നമുക്ക് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 108 കിലോ സംതിങ് ആണ് നമുക്ക് ഈ വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. ബാറ്ററി വണ്ടി ആകുമ്പോൾ ഈ വണ്ടിയൊക്കെ വലിച്ചെടുത്ത് പോവോ, ഇതൊക്കെ നല്ല വലിയ കയറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി വലിക്കുമോ എന്നുള്ളൊക്കെ ഒരു ഡൗട്ട് സാധാരണക്കാർക്ക് ഉണ്ടാവും. പക്ഷേ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സംശയം വേണ്ട. 26 Nm ടോർക്കാണ്. 2 പേരുണ്ടെന്നുണ്ടെങ്കിലും ഇത് പുട്ടുപോലെ വലിച്ചെടുത്തിട്ടുണ്ടാവും. എത്ര വലിയ കയറ്റാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് വലിച്ചെടുത്ത് കൊണ്ടുപോകും. ഇപ്പോൾ ഇതേ റൈഡിലൊക്കെ എടുക്കുന്നത് സ്പോർട്സിലിട്ടു. ഇതിൻ്റെ ആ ഒരു ഇപ്പോൾ സ്പീഡ് എന്ന് പറയാനുണ്ടെങ്കിൽ ഒരു 50-ലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണതെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൻ്റെ ആ ഒരു ടോർക്ക് കണ്ടോ, ഇതിൻ്റെ ആ ഒരു ടോർക്ക് നമുക്ക് അത് ശരിക്കും വണ്ടി ഓടിക്കുമ്പോഴാണ് ഫീൽ ചെയ്യുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയാനുണ്ടെങ്കിൽ ഒരു 90 ആണ്.
ഇത് ആകെ കൂടി 90 സ്പീഡ് വരെയാണ് ഈ ഒരു വണ്ടി പോവുള്ളൂ. ഈ ഒരു 90 സ്പീഡിലേക്ക് എത്തുന്നത് ലൈക്ക് ഇപ്പോൾ ഒരു KTMൻ്റെ എഞ്ചിനൊക്കെ പ്രവർത്തിക്കുന്ന പോലെ. KTMൻ്റെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് എന്താ പറയുക ഭയങ്കര ഇനീഷ്യൽ പവർ ആയിരിക്കും KTMൻ്റെ എഞ്ചിനൊക്കെ. അതേമാതിരി ഈ ഏതർ എന്ന് പറയുന്നത് ഈ 90 എന്ന് പറയുന്ന ഈ ഒരു സ്പീഡ് പെട്ടെന്ന് എത്തും. പിന്നെ വലിയൊരു പോരായ്മ അതെനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാൽ വലിയൊരു പോരായ്മയുണ്ട് ഇതിന്. ഇത്രയും 90 സ്പീഡ് വരെ എത്തണ ഈ ഒരു വണ്ടിക്ക്, ഈ ഒരു സ്കൂട്ടിക്ക് ABS ഇല്ല. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ വണ്ടിക്ക് ആകെ കൂടി ഒരു 108 കിലോ ഉള്ളൂ. സാധാരണ ഒരു സ്കൂട്ടിനെ സംബന്ധിച്ച് സാധാരണ ഒരു സ്കൂട്ടിയുടെ വെയിറ്റ് പോലും ഈ ഒരു വണ്ടിക്കില്ല, പ്രത്യേകിച്ച് ഇലക്ട്രിക്കും കൂടിയാണ്. അതുകൊണ്ട് ഒട്ടും വെയിറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. ഈ ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു വണ്ടി ഇത്രയും സ്പീഡിൽ വന്ന് പിടിച്ച് നിർത്തണം, പാളിപ്പോവും. സത്യം പറയാ, വീണ്ടും ഞാൻ പറയണു KTMൻ്റെ പോലെ തന്നെ KTMൻ്റെ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നല്ല പവറായിരിക്കും, തീരെ വെയിറ്റ് ഉണ്ടാവില്ല, ലൈക്ക് ദാറ്റ്. അപ്പം അതേപോലെ തന്നെ നല്ല പവർ ഉണ്ട്, പക്ഷേ ഒട്ടും വെയിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാം. വളരെയധികം എന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കുക. അതായത് ബാക്ക് ബ്രേക്ക് പെട്ടെന്ന് സ്കിഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഫ്രണ്ട് ബ്രേക്കാണ് പിന്നെയും ഇച്ചിരി കോൺഫിഡൻസ് തരുന്നത്. ഞാനിതിൽ സിംഗിളായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, പില്ലിയണല്ല, സിംഗിളായിട്ട് പോകുമ്പോൾ ഒരു 35 to 40 km/h നമ്മൾ, അതായത് ഒരു 35 to 40 സ്പീഡ് ഞാൻ കീപ്പ് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിതിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും കൺഫേം ആയിട്ടൊരു ഇപ്പോൾ 100% വെച്ചിട്ട് 110 കമ്പനി പറയുന്നുണ്ടെങ്കിലും എനിക്കൊരു 140 കിലോമീറ്ററൊക്കെ ഒരു 35-40 കിലോമീറ്റർ സ്പീഡ് വെച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ടും കിട്ടും. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സംടൈംസ് ഞാൻ 1% വെച്ചിട്ട് 2 കിലോമീറ്റർ വരെ പോയിട്ടുണ്ട് ഒറ്റയ്ക്ക്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഞാൻ കൺഫേം ആയിട്ടും പറയണത്. കാരണം ഞാനിത് യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയണത്. 110 കിലോമീറ്റർ കമ്പനി പറയുമെങ്കിലും നമുക്കൊരു 130-140 കിലോമീറ്റർ വരെയൊക്കെ ഈ വണ്ടിയുടെ 100% ചാർജ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ 450Xൻ്റെ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ നിലവിൽ 190 സംതിങ് എത്രയാണ്, 93 94 എത്ര കൊണ്ടാണ്. ഞാൻ എടുക്കുന്ന ടൈമിൽ അത്ര ഉണ്ടായിരുന്നില്ല. നിലവിൽ ഇനി അത് കയറി വരിക തന്നെ ഉള്ളൂ. അപ്പോൾ 194 കൊടുത്തിട്ട് ഇങ്ങനൊരു ബൈക്കിൻ്റെ പ്രൈസ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സ്കൂട്ടി മേടിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഓഫ് കോഴ്സ് ദിസ് ഈസ് എ വെരി 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 വാല്യൂ ഫോർ മണി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം ഒരു 100-120 ഓടിക്കണമൊക്കെ ഒരാളാണ്, അങ്ങനെ യൂസിങ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മന്തിൽ എങ്ങനെ പോയിനാലും ഒരു 6000, 7000, 8000 രൂപ, ലൈക്ക് എന്നെ എടുത്ത് നോക്കിക്കോ. ഞാനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഇപ്പോൾ ഒരു സ്കൂട്ടി യൂസ് ചെയ്യണ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 7000-8000 രൂപയ്ക്ക് ഞാൻ എങ്ങനെ പോയാലും പെട്രോൾ അടിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ EMI പോലും അത്ര വരുന്നില്ല. EMIയും ഇതിൻ്റെ ചാർജിങ്ങും എല്ലാം ചേർത്തിട്ട് പോലും എനിക്ക് അത്ര എമൗണ്ട് വരുന്നില്ല. ഓരോ 5000 കിലോമീറ്ററിലാണ് ഇതിൻ്റെ സർവീസ് വരുന്നത്. ഈ ഒരു 5000 കിലോമീറ്ററിൽ സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് 700 രൂപയാണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത്, ഇൻക്ലൂഡിങ് ഇപ്പോൾ എന്തെങ്കിലും ബ്രേക്ക് പാഡ്സോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാർട്സ് മാറാനുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജസ് എക്സ്ട്രാ. അങ്ങനെ ഇതിൻ്റെ ഡിസൈൻ, അതേപോലെ തന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി, ബിൽഡ് ക്വാളിറ്റി എല്ലാം വെച്ച് നോക്കുമ്പോൾ, അതുപോലെ റൈഡിങ് കംഫർട്ട്, റൈഡിങ് മോഡ്സ്, ഇതിൻ്റെ ഒരു ഈ ഒരു വണ്ടിയുടെ ഈ ഒരു പവർ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വണ്ടി ഒരു രക്ഷയില്ല. നോർമലി ഒരു സ്കൂട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ബൈക്കിനെ വെച്ച് കമ്പയർ ചെയ്യാനുള്ള അത്രയും പവർ ഈ ഒരു വണ്ടിക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു വണ്ടി ആരൊക്കെ എടുക്കണം, ആർക്കൊക്കെ യൂസ്ഫുൾ ആവും എന്നുള്ളത് നമ്മുടെ വീഡിയോ മൊത്തമായിട്ട് കണ്ടവർക്ക് അതിനുള്ള ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ അടുത്തൊരു വീഡിയോ മൈലേജ് ടെസ്റ്റുമായിട്ട് നമുക്ക് പില്ലിന് ഒഴിവാക്കിയിട്ട് കാണാം. ഇപ്പോഴേ ഒരാളിതേ ക്ഷമല്ലാന്ന് നശിച്ചിട്ട് പാടത്തൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഹലോ വാ പോവാ. So let's meet in the next video.